താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ കെഎസ്ആർടിസി കാസർഗോഡ് ഡിപ്പോയിലെ താൽക്കാലിക കണ്ടക്ടർ ജീവനൊടുക്കി. 18 വർഷമായി കണ്ടക്ടറായി ജോലി ചെയ്യുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടത്തുന്നതിനിടെയായിരുന്നു സംഭവം. കെഎസ്ആർടിസി ഡിപ്പോയിൽ 18 വർഷമായി താൽക്കാലിക കണ്ടക്ടറായി ജോലി ചെയ്തിരുന്ന മുളിയാർ മജക്കാറിലെ യോഗീഷിനെയാണ് വീടിന് സമീപത്തെ ഷെഡിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. താൽക്കാലിക ജോലി നഷ്ടപ്പെടുമെന്ന ആശങ്കയെ തുടർന്നുള്ള മാനസിക വിഷമമാണ് ജീവനൊടുക്കാൻ കാരണമെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആരോപിക്കുന്നത്. മുളിയാർ മജക്കാറിലെ പരേതനായ മഹാലിംഗ പട്ടാളിയുടെ മകനാണ് യോഗീഷ്. കാസർഗോഡ് സുള്ളിയ റൂട്ടിൽ താൽക്കാലിക കണ്ടക്ടറായാണ് ജോലി ചെയ്തിരുന്നത്. തിങ്കളാഴ്ച രാവിലെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലെത്തിയ ശേഷമാണ് ഇയാൾ ജീവനൊടുക്കിയത്. മാതാവ് ബന്ധുവീട്ടിലേക്ക് പോയി മടങ്ങിയെത്തിയപ്പോഴാണ് പുതുതായി നിർമ്മിച്ച വീടിന് മുന്നിലെ ഷെഡിൽ മകനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കെഎസ്ആർടിസിക്കാർ എംപാല ജീവനക്കാർ പിരിച്ചുവിടാൻ പോകുന്നെന്നോ കേസ് നടക്കുന്നുണ്ടോ, കേസിൻ്റെ വിധി പ്രതികൂലാവാൻ സാധ്യതയുണ്ടെന്ന് ആരോടോ പറഞ്ഞിട്ടുണ്ട് പോലും. അപ്പോൾ കല്യാണം ഫിക്സ് ചെയ്തിട്ടുണ്ട് കുട്ടിക്ക്. അപ്പോൾ ആ കല്യാണം ഫിക്സ് ചെയ്ത സ്ഥിതിക്ക് ഇനി ജോലിയും കൂടി പോയാൽ ചിലപ്പോൾ കല്യാണം മുടങ്ങി പോകുമെന്നുള്ളൊരു ആശങ്ക ആയിരിക്കാം ഇതിൻ്റെ പിന്നിൽ. അല്ലാണ്ട് വേറെ അറിയാത്ത ഒരു വഴി പ്രശ്നങ്ങൾ നമ്മൾ ഇതാവില്ല. 3 ആഴ്ച മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ തൽക്കാലമായിട്ട് പുറത്ത് നിൽക്കുന്ന കക്ഷിയാണ്. അപ്പോൾ എന്നെ വിളിച്ച സമയത്ത് അവൻ പറഞ്ഞു, പിന്നെ ബിജുവായിട്ട് സാമ്പത്തികമായിട്ട് വളരെ പ്രശ്നം തന്നെയാണ്. യഥാർത്ഥ സമയാസമയങ്ങളിൽ പൈസ കിട്ടുന്നില്ല. പിന്നെ ഒരു പ്രശ്നം ഒരു കാര്യമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ അങ്ങനെ ഒരാശങ്ക നമുക്കില്ല, അങ്ങനെ ചെയ്യേണ്ടതായ ഒരു കാര്യം. പിന്നെ മറ്റ് ഡ്യൂട്ടിയിൽ എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയുന്നില്ല. താൽക്കാലിക കണ്ടക്ടർമാരെ പിരിച്ചുവിടുമെന്ന ആശങ്കയല്ലാതെ മറ്റു പ്രശ്നങ്ങൾ യോഗീഷിന് ഇല്ലായിരുന്നുവെന്നാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ആവർത്തിച്ചു പറയുന്നത്. അടുത്തിടെയാണ് പുതിയ വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കി താമസം മാറ്റിയത്. വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് ആത്മഹത്യ. സംഭവത്തിൽ ആദൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കെഎസ്ആർടിസിയിലെ താൽക്കാലിക കണ്ടക്ടർമാരുടെ ജോലി സ്ഥിരത സംബന്ധിച്ചുള്ള ആശങ്കയാണ് യോഗീഷ് കുമാറിന്റെ ജീവനൊടുക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് നാട്ടുകാരും ബന്ധുക്കളും ഈ ഘട്ടത്തിൽ ആരോപിക്കുന്നത്. കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.